നമസ്കാരം. ഓഡോ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം നമ്മളിത് ഓഡോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പം നമുക്കൊരു സെയിൽസ് ഓർഡറിൽ നിന്ന് എങ്ങനെയാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ആവുന്നത്, അതിൻ്റെ റൂൾസ് വെച്ചിട്ട് എം ടി യും ബൈയും പറയുന്ന റൂൾസ് വെച്ചിട്ട്. ഇപ്പോൾ എം ടി ഒ പറഞ്ഞാൽ മനസ്സിലായാൽ മേക്ക് ടു ഓർഡർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു കസ്റ്റമറിൻ്റെ സെയിൽസ് ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് സ്റ്റോക്കിലില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കാണ് നമുക്ക് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് മാനുഫാക്ചറിങ് പ്രോഡക്റ്റ് ആണെങ്കിൽ അത് സെയിൽസ് ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് നമുക്ക് എന്താവും, മാനുഫാക്ചറിങ് ഓർഡർ ക്രിയേറ്റ് ആവും. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെൻട്രിയിൽ ആദ്യം കോൺഫിഗറേഷനിൽ സെറ്റിങ്സിൽ മൾട്ടി സ്റ്റെപ്പ് റൂട്ട്സ് അത് എനേബിൾ ചെയ്യണം. ഓക്കെ, മൾട്ടി സ്റ്റെപ്പ് റൂട്ട്സ് എനേബിൾ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം, ഞാൻ റൂട്ട്സിൽ ഇൻവെൻട്രിയിൽ തന്നെ കോൺഫിഗറേഷനിൽ റൂട്ട്സിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡീഫാൾട്ടായിട്ട് ഇവിടെ മീൻസ് നമ്മുടെ വ്യൂവിൽ കാണിക്കില്ല നമ്മുടെ റീപ്ലേനിഷ്, അത് ആക്ച്വലി ഇത് ഹൈഡ് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർക്കീവ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് ഹൈഡ് ചെയ്തത് കാണിക്കും. റീപ്ലേനിഷ് ഓൺ ഓർഡർ അതെന്ത് ചെയ്യാം, അൺആർക്കീവ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ റൂട്ട്സിൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, നമ്മൾ റൂട്ട്സിൽ വന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, മൾട്ടി സ്റ്റെപ്പ് എനേബിൾ ചെയ്യാം. അതിനുശേഷം ഇത് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അൺആർക്കീവ് ചെയ്തിട്ട് എനേബിൾ ചെയ്യണം. അതിനുശേഷം ഞാനതൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. MTO 123 MTO എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ക്വാണ്ടിറ്റി ബേസിലാണ്, കാറ്റഗറി എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇൻവെൻട്രി പറയുന്ന ടാബിൽ ഇപ്പോൾ റീപ്ലേനിഷ് ഓൺ MTOയും അതുപോലെ ബൈയും എനേബിൾ ചെയ്യാം. അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് സ്റ്റോക്കിലില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കാണ് ഇതിന് അഗേൻസ്റ്റ് പർച്ചേസ് ഓർഡറോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓർഡറോ എനേബിൾ ആവണം. അപ്പോൾ നമുക്കിവിടെ ഇവരെ ഡീഫാൾട്ട് സപ്ലയർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു സപ്ലയറിൻ്റെ പേര് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ആ വെണ്ടറിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് അതിൽ ക്രിയേറ്റ് ആകും. കൺഫേം ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ഈ പ്രൊഡക്റ്റ് സ്റ്റോക്കിലില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. MTO 123 MTO ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 5 ക്വാണ്ടിറ്റി കൊടുക്കുന്നു. പ്രൈസ് ഒന്നും കുഴപ്പമില്ല, ഞാൻ കൺഫേം ചെയ്യുന്നു. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇവിടെ കണ്ടോ മനസ്സിലാവും ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യേണ്ട ഡെലിവറി. ഈ പർച്ചേസ് ഓർഡർ എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കാണ് കണ്ടോ ഇവിടെ സ്റ്റോക്കില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളത് പർച്ചേസ് മോഡ്യൂളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പർച്ചേസ് ഓർഡർ. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് മാനുഫാക്ചറിങ് ഓർഡറിൽ ക്രിയേറ്റ് ആകും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് അഗേൻസ്റ്റ് നമുക്ക് നമ്മളെ പർച്ചേസ് പ്രോസസ്സൊക്കെ ചെയ്യാം. ഓക്കെ, വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. MTO എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു, നമുക്ക് കസ്റ്റമർ ഓർഡർ വന്നതിന് ശേഷം മാത്രമാണ് അത് പ്രൊഡക്റ്റ് സ്റ്റോക്കിലില്ലെങ്കിൽ മാത്രമാണ് പർച്ചേസ് ഓർഡറോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓർഡറോ ക്രിയേറ്റ് ആവുള്ളൂ. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ റിമൈനിങ് ഇപ്പോൾ 10 ക്വാണ്ടിറ്റിയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റിമൈനിങ് ക്വാണ്ടിറ്റി മാത്രം അതിൻ്റെ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ആക്കും. ഓക്കെ, താങ്ക് യു. വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.